പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടയർമെൻറ്റ് ഡെത്തുമായി ബന്ധപ്പെട്ട് ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് ഡിഫറൻറ്റ് സിറ്റുവേഷനാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട തേർഡ് സിറ്റുവേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദാറ്റ് ഈസ് when new profit share ratio is given. ഒരു പങ്കാളിയുടെ റിട്ടയർമെൻറ്റ് മരണവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ന്യൂ റേഷ്യോ കണ്ടെത്തേണ്ടതില്ല. എന്നാൽ നമുക്ക് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തണം. ഇപ്പോൾ തേർഡ് സിറ്റുവേഷനിൽ നമുക്ക് ന്യൂ റേഷ്യോ ആൾറെഡി ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവും. നമ്മൾ കണ്ടെത്തേണ്ടത് ഗെയിനിങ് റേഷ്യോ ആണ്. അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് വ്യത്യസ്ത പ്രോബ്ലങ്ങളുടെ സഹായത്തോടു കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം. The new ratio between continuing partners is given. തേർഡ് കേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ നൽകിയിട്ടുണ്ട്. ഇത്തരം സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തേണ്ടത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ന്യൂ റേഷ്യോ കണ്ടെത്തേണ്ടതില്ല, കാരണം നമുക്ക് ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദാഹരണം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പി, ക്യു ആൻഡ് ആർ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 4:3:2. P retires from the firm. Q and R decided to share profit in future in the ratio of 5:3. Calculate gaining ratio. P, Q, R പങ്കാളികളാണ്. അവരുടെ ലാഭവും നഷ്ടവും പങ്കുവച്ചിരുന്ന പഴയ അനുപാതം 4:3:2 ആണ്. അതിൽ നിന്നും പി റിട്ടയർ ചെയ്യുകയാണ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ക്യൂയും ആറും ഭാവിയിൽ ലാഭവും നഷ്ടവും 5:3 എന്ന അനുപാതത്തിൽ വീതിക്കാൻ തീരുമാനിക്കുകയാണ്. നമ്മളോട് ഗെയിനിങ് റേഷ്യോ കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ റിട്ടയർ ചെയ്യുന്നത് പി ആണ്. അപ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ക്യൂയും ആറും. അവർ ഭാവിയിൽ ലാഭം വീതിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 5:3. അപ്പോൾ ഇത്തരം കേസിൽ ന്യൂ റേഷ്യോ ആൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം നമ്മൾ കണ്ടെത്തേണ്ടത് എന്ത് മാത്രമാണ്? ഗെയിനിങ് റേഷ്യോ മാത്രമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടെത്തുക? ഹൗ ടു കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ കണ്ടെത്തേണ്ടതുണ്ടോ? നമ്മൾ ഓർമ്മപ്പെടുത്തി, ന്യൂ റേഷ്യോ കണ്ടെത്തേണ്ടതില്ല. ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്താണ്? 5:3 ആണ് എക്സാമ്പിൾ ന്യൂ റേഷ്യോ. പക്ഷേ നമ്മൾ എന്ത് കണ്ടെത്തണം? ഗെയിനിങ് റേഷ്യോ കണ്ടെത്തണം. ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നു കഴിഞ്ഞാൽ ഗെയിനിങ് റേഷ്യോ കണ്ടെത്താനുള്ള ഫോർമുല, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ അല്ലേ? അല്ലെങ്കിൽ ഗെയിനിങ് ഷെയർ, ഒരു കണ്ടിന്യൂയിങ് പാർട്ട്ണറുടെ ഗെയിനിങ് ഷെയർ കണ്ടെത്താൻ അയാളുടെ ന്യൂ ഷെയറിൽ നിന്നും അയാളുടെ ഓൾഡ് ഷെയർ കുറച്ചാൽ മതി അല്ലേ? നമ്മൾ സാക്രിഫൈസ് റേഷ്യോക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ? സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എന്നാൽ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, അല്ലെങ്കിൽ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. പഴയ ഷെയറിൽ നിന്നും പുതിയ ഷെയറിൽ നിന്നും പഴയ ഷെയർ കുറച്ചാൽ ഗെയിനിങ് ഷെയർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു, ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാണുക? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോയിൽ നിന്നും ഓൾഡ് റേഷ്യോ കുറച്ചാൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടെത്താം. അപ്പോൾ ഇപ്പം നോക്കൂ, നമുക്ക് നൽകിയിട്ടുള്ള എക്സാമ്പിള്
ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 4:3:2. ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട് 5:3. അപ്പോൾ ന്യൂ റേഷ്യോ ആർക്കൊക്കെയാണ്? ക്യൂയും ആർക്കാണ് ഉള്ളത്. അപ്പോൾ ആർക്കാണ് ഇതുകൊണ്ട് ഗെയിൻ ഉള്ളത്? പി റിട്ടയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗെയിന് ലഭിക്കുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സിനാണ്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ ആർക്കേ കണ്ടെത്തേണ്ടതുള്ളൂ? കണ്ടിന്യൂ ചെയ്യുന്ന പങ്കാളികൾക്കാണ് ഗെയിനിങ് റേഷ്യോ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ആരൊക്കെയാണ്? ക്യൂയും ആറും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Akku, Makku and Chikku are partners sharing profit and losses in the ratio of 3:1. On Makku's retirement, Akku and Chikku decide to share their profit in the ratio of 4:1. Calculate gaining ratio. ഒരു വർഷത്തെ ഫൈനൽ എക്സാമിനേഷന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഇവിടെ അക്കു, മക്കു, ചിക്കു എന്നിവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതിൽ മക്കു റിട്ടയർ ചെയ്യുന്നു, അക്കു, ചിക്കു എന്നിവരുടെ ഗെയിനിങ് റേഷ്യോയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി അവരുടെ ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഓൾഡ് റേഷ്യോ ഓഫ് അക്കു, മക്കു ആൻഡ് ചിക്കു ആർ 3:2:1. ദാറ്റ് ഈസ് 3/6, 2/6, 1/6. Then next, new ratio of Akku and Chikku equal to 4:1. That is 4/5:1/5. അപ്പോൾ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടെത്താം. ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, അല്ലെങ്കിൽ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ അല്ലേ. പുതിയ ഷെയറിൽ നിന്നും പഴയ ഷെയർ കുറച്ചാൽ നമുക്ക് ഗെയിനിങ് ഷെയർ ലഭിക്കും അല്ലേ. അപ്പൊ ആദ്യം അക്കൂസ് ഗെയിൻ ഈക്വൽ ടു അക്കുവിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 4/5. 4/5 മൈനസ് 3/6. അക്കുവിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/6 ഈക്വൽ ടു, ഇവിടെ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4:6 മൈനസ് 3:5 അല്ലേ. 4:6 മൈനസ് 3:5 ഡിവൈഡ് ബൈ 5:6. നമുക്ക് ഭിന്നസംഖ്യകൾ കുറക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ 4:6 മൈനസ് 3:5 ഹരിക്കണം 5:6. ദാറ്റ് ഈസ് 4:6, 24 മൈനസ് 15 ഡിവൈഡ് ബൈ 30 ഈക്വൽ ടു 9/30. അപ്പോൾ അക്കുവിൻ്റെ ഗെയിൻ എത്രയാണ്? 9/30 ആണ്. ഇനി ചിക്കുവിൻ്റെ ഗെയിന് കണ്ടെത്താം. ചിക്കുവിൻ്റെ ഓൾഡ് ന്യൂ ഷെയർ എത്രയാണ്? 1/5 ആണ് അല്ലേ. ചിക്കുവിൻ്റെ ഓൾഡ് ന്യൂ ഷെയർ 1/5 ആണ്. ഓൾഡ് ഷെയറോ ചിക്കുവിൻ്റെ 1/6 അപ്പോൾ 1/5 മൈനസ് 1/6 ഈക്വൽ ടു 1/5 മൈനസ് 1/6 മൈനസ് 1/5 ഡിവൈഡ് ബൈ 5/6 അല്ലേ. 1/6 മൈനസ് 1/5 ഹരിക്കണം 5/6 ഈക്വൽ ടു 6 മൈനസ് 5/30. ദാറ്റ് ഈസ് 1/30. അപ്പോൾ അക്കുവിൻ്റെ ഗെയിനും ചിക്കുവിൻ്റെ ഗെയിനും നമ്മൾ കണ്ടെത്തി. അപ്പോൾ therefore ഗെയിനിങ് റേഷ്യോ ബിറ്റ്വീൻ അക്കു ആൻഡ് ചിക്കു ഈക്വൽ ടു 9:1 അല്ലേ. 9:1. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കണ്ടെത്താൻ വളരെ ഈസിയാണ്. ന്യൂ ഷെയറിൽ നിന്നും ഓൾഡ് ഷെയർ കുറച്ചാൽ മതി, അല്ലെങ്കിൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. ഭിന്നസംഖ്യകൾ കുറക്കാനുള്ള അറിവുണ്ടായാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടെത്താൻ കഴിയും. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അനിത, ജയ ആൻഡ് നിഷ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. Jaya retires from the firm. Anida and Nisha decide to share the profit in future in the ratio of 4:3. Calculate gaining ratio. അനിത, ജയ, നിഷ എന്നിവരുടെ ഓൾഡ് റേഷ്യോ ലാഭവും നഷ്ടവും പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി, തുല്യമായിട്ടാണ്. അപ്പോൾ 3 പേരുടെ അപ്പോൾ എങ്ങനെ ഉണ്ടാവും? 1:1:1 അല്ലേ. തുല്യമായിട്ട് വിധിക്കുകയാണ്. 1:1:1. ദാറ്റ് ഈസ് 1/3:1/3:1/3.
അനിത, ജയ, നിഷ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. ഇവർ തുല്യമായിട്ടാണ് വീതിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1:1:1. ഇപ്പോൾ 2 പേരാണെങ്കിലോ 1:1, 4 പേരാണെങ്കിലോ അപ്പോഴും 1:1:1:1 അങ്ങനെയാണ് അല്ലേ. ഇനി ന്യൂ ഷെയർ തന്നിട്ടുണ്ട്. ഇവിടെ റിട്ടയർ ചെയ്യുന്ന ജയ ആണ്. അനിത, നിഷ എന്നിവരുടെ ന്യൂ റേഷ്യോ ഈക്വൽ ടു 4:3. ദാറ്റ് ഈസ് 4/7:3/7 അല്ലേ. 4:3 എന്ന് പറഞ്ഞാൽ 4/7 3/7. അപ്പോൾ ഇനി നമുക്ക് ന്യൂ റേഷ്യോ കാണാം, ഗെയിനിങ് റേഷ്യോ കാണാം. ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ കുറക്കുക. അപ്പോൾ ആദ്യം അനിതയുടെ ഗെയിൻ ഈക്വൽ ടു അനിതയുടെ ന്യൂ ഷെയർ എത്രയാണ്? 4/7 മൈനസ് പഴയ ഷെയർ 1/3 അല്ലേ. അപ്പോൾ ഈക്വൽ ടു 4 × 3 മൈനസ് 1 × 7 / 7 × 3. ദാറ്റ് ഈസ് 12 - 7/21. That is 5/21. ഇനി നിഷയുടെ ഗെയിൻ കാണാം. നിഷ ഗെയിൻ ഈക്വൽ ടു നിഷയുടെ ന്യൂ ഷെയർ 3/7, ഓൾഡ് ഷെയർ 1/3 അല്ലേ. അപ്പം ന്യൂ ഷെയറിൽ നിന്നും ഓൾഡ് ഷെയർ കുറക്കണം. അപ്പോൾ 3/7 മൈനസ് 1/3. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 മൈനസ് 1 × 7 ഹരിക്കണം 7 × 3 അല്ലേ. അപ്പോൾ 3 × 3 മൈനസ് 1 × 7 / 7 × 3. ദാറ്റ് ഈസ് 9 മൈനസ് 7/21 ഈക്വൽ ടു 2/21. Therefore, gaining ratio between Anita and Nisha equal to 5/21:2/21. That is 5:2. അപ്പോൾ ന്യൂ റേഷ്യോ നൽകിക്കഴിഞ്ഞാൽ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടെത്താം എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. വളരെ ഈസിയാണ്. ഭിന്നസംഖ്യകൾ കുറക്കാനുള്ള അറിവുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടെത്താം. ഗെയിനിങ് റേഷ്യോ കണ്ടെത്താൻ ന്യൂ ഷെയറിൽ നിന്നും ഓൾഡ് ഷെയർ കുറച്ചാൽ മതി. ന്യൂ ഷെയറും ഓൾഡ് ഷെയറും നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഗെയിനിങ് റേഷ്യോ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, Ashok, Anil and Ajay are partners sharing profit and losses in the ratio of 1/2, 3/10 and 1/5. Anil retires from the firm. Ashok and Ajay decide to share future profit in the ratio of 3:2. Calculate gaining ratio. ഇവിടെ 1/2, 3/10, 1/5 എന്നീ രീതിയിലാണ് ഓൾഡ് റേഷ്യോ തന്നിട്ടുള്ളത്. അവയുടെ എല്ലാം ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കണം. അതായത് ഛേദങ്ങൾ എല്ലാം ഒരേപോലെ ആക്കിയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അത് മുമ്പൊരു കഴിഞ്ഞ ക്ലാസ്സിൽ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം നമുക്കെന്താണ്, അതിൻ്റെ ഛേദങ്ങൾ 10ലേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം എന്താണ്, 1/2 2 10 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മുകളിലും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5/10 എന്നാവും. തേർഡ് കേസിൽ 1/5 ഛേദം ഡിനോമിനേറ്റർ 10 മാറ്റാൻ 5 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിൽ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2/10. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷമാണ് നിങ്ങൾ ന്യൂ ഷെയറിൽ നിന്നും ഓൾഡ് ഷെയർ കുറച്ച് ഗെയിനിങ് റേഷ്യോ കണ്ടെത്തേണ്ടത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മുനീർ, മാധവ് ആൻഡ് മാത്യു ആർ പാർട്ട്നേഴ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 5:3:2. Munir retires from the firm. Madhav and Matthew decide to share future profit in the ratio of 4:3. Calculate gaining ratio of continuing partners. ഇവിടെയും ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുക. ആൻസർ ഞാൻ നൽകിയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ. Banu, Jinu and Tinu are partners in a firm sharing profit and losses in the ratio of 4:3:2. Tinu retires from the firm. Banu and Jinu decide to share profit in the ratio of 2:1. Calculate gaining ratio. ഇവിടെയും ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാനു, ജിനു
രണ്ട് പേരുണ്ടെങ്കിലും ടിനു ആണ് റിട്ടയർ ചെയ്ത്, രണ്ട് പേരുണ്ടെങ്കിലും ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഗെയിനോ സാക്രിഫൈസോ ഉണ്ടാവില്ല, അയാൾക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല, 0 ആയിരിക്കും. ഒരാൾക്ക് മാത്രമായിരിക്കും ഗെയിൻ ഉള്ളത്. അത് 6/27. അപ്പോൾ ഈ പ്രോബ്ലങ്ങളെല്ലാം തന്നെ പ്രീവിയസ് എക്സാമിനേഷന് വന്ന ഫൈനൽ എക്സാമിനേഷൻ വന്ന ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രോബ്ലങ്ങൾ ചെയ്യും തോറും നമുക്ക് ഈ ടോപ്പിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ഹോംവർക്കിലെ എല്ലാ പ്രോബ്ലവും സ്വയം ചെയ്ത് നോക്കാം. ഇനിയും നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ചാനലിലോ കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് മറുപടി നൽകാൻ ശ്രമിക്കാം. അപ്പോൾ റിട്ടയർമെൻറ്റ് ഡെത്തുമായി ബന്ധപ്പെട്ട്, റിട്ടയർമെൻ്റ് ആണെങ്കിലും ഡെത്തുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഫസ്റ്റ് വൺ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അനദർ വൺ കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. അവയുടെ വ്യത്യസ്തമായ പ്രോബ്ലങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വിവിധ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായി നൽകിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ലാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.